നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വന്നപ്പോൾ ഞങ്ങൾ പാട്ടുപാടി സ്വീകരിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇന്നും സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് അതാണ് പറയുന്നത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞങ്ങൾക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്നാണ് ശ്രീമതി ബിന്ദു പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ നേടിയെടുത്തു. ഇവിടെ ഇരുന്നുകൊണ്ട് സമരം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുവാൻ എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ശ്രീമതി ബിന്ദുവിനടക്കമുള്ള ഇവിടെ നിലഞ്ഞിരിക്കുന്ന വനിതകളുടെ പ്രതിനിധിയായിരിക്കുന്ന ഇവിടുത്തെ വനിതാ മന്ത്രിമാർക്ക്, കോടികെട്ടിയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഫലമായി ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, കേന്ദ്രമന്ത്രിയടക്കം ഇടപെട്ടുകൊണ്ട് പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടപെട്ടുകൊണ്ട് 1500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. ഈ സമരത്തെ തുടർന്ന് 50,000 രൂപ വിരമിക്കലാനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിനു മുൻപ് 20,000 ഉണ്ടായിരുന്നത് ഈ വലിയ ആളുകളെയും ചുമന്നുകൊണ്ട് നടക്കുന്ന CIQ ഇന്ന് വരെ ഒരൊറ്റ ആശയ്ക്ക് നേടിക്കൊടുത്തില്ല. പക്ഷെ ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ ഇന്ത്യയിലെ 10 ലക്ഷം സ്ത്രീകൾക്ക് ഞങ്ങൾ നേടിക്കൊടുത്തു. എത്ര മാസം കൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ട്, ഇവിടെ ഇരുന്ന് മഴ നനഞ്ഞുകൊണ്ട്, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അപഹാസങ്ങളും കേട്ടുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അഭിമാനത്തോടെ പറയുകയാണ്. അങ്ങനെ എന്തെല്ലാം നേട്ടങ്ങൾ ഈ സമരത്തിന് ശേഷം 8.5 മാസം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാവർക്കർമാർ എവിടെ എന്ത് പണി വന്നാലും ചെയ്യേണ്ടുന്നവരായിരുന്നു. ആശമാർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, തൊഴിലുപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, ആകപ്പാട് പ്രശ്നം. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ആശമാർ എന്ത് തൊഴിലെടുക്കണം, അവർക്ക് എന്ത് തൊഴിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്കീമിന്റെ ഭാഗമായി, അത് കൃത്യമായി നിർവചിക്കണം. ഞങ്ങൾ സമരം നടത്തിയതിന്റെ ഫലമായി കമ്മിറ്റിയെ ഉണ്ടാക്കി നിർവഹിച്ചു. ഇന്ന് ആശമാർ സന്തോഷത്തോടെ അന്തസ്സോടെ പകുതി പണിയാണ് ചെയ്യേണ്ടി വന്നു. മൊത്തം പണിയും ആശമാരെ തന്നെ ചെയ്യിക്കായിരുന്നു, ബാക്കി എല്ലാവരും കൂടി. ഇന്ന് ആശമാരോട് അധിക പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവരയ്ക്കും. ചെയ്യാമോ എന്ന് ചോദിക്കും, നിങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ല, ചെയ്യാവോ എന്നേ ചോദിക്കത്തുള്ളൂ. അധികമായി പണി ഏൽപ്പിച്ചാൽ ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആത്മാഭിമാനവും ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ ശിരസുയർത്തിപ്പിടിച്ചിട്ടുണ്ട്. താൻ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് ചോദിച്ച് അത് ചെയ്യാനുള്ള അന്തസ്സും ഉണ്ടാക്കി കൊടുത്തു. ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞ 266 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്നു കൊണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുമായാണ് ഞങ്ങൾ ഈ സമരം ഇന്ന്, ഈ സമരരൂപം ഇന്ന് ആളുകൾ നോക്കും, കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ പത്രത്തിന്റെ ആൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്താൽ ഇങ്ങനെ ഒരു പത്രധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എഴുതി വെക്കും. എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ 268 ദിവസം ഇവിടെ ഇരുന്ന് ഈ സമരം ചെയ്തെങ്കിൽ ഈ സമൂഹം കക്ഷിഭേദമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ, ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ഒഴിച്ച് മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ന്യായീകരണ ലോകത്തെ അറിയിക്കാൻ അവർ എല്ലാ പ്രതിബന്ധങ്ങളെയും, അവർക്ക് 100,000 പ്രതിബന്ധങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്. അതിനെല്ലാം അതിജീവിച്ചവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരം ന്യായമാണ്, ഈ സമരം സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഈ സമരം ഏറ്റവും മാന്യമായി സ്ത്രീ സമൂഹത്തിൽ, സ്ത്രീ തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മ സമരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ളവരെ, അതിവൈകാരികമായ ഒരു ഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 8.5 മാസമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച്, ഞങ്ങളുടെ ബന്ധുക്കളെയും ഉറ്റവരെയും ഉടനെയും എല്ലാം ഉപേക്ഷിച്ച് വലിയൊരു കുടുംബമായി ഇവിടെ ജീവിക്കുകയായിരുന്നു. വലിയൊരു കുടുംബം. ഏതൊരു ആശാവർക്കർക്കും ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തേക്കും കടന്നു വരുവാൻ, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ, പ്രയാസങ്ങൾ പങ്കുവയ്ക്കാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ, ദുഃഖം പങ്കുവയ്ക്കാൻ, എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8.5 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്.
എങ്കിലും കൂടുതൽ ഈ ആത്മവീര്യത്തോട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയം പറഞ്ഞുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിന്റെ പ്രതിനിധിയായി നിന്ന് ഒരു തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുചരിക്കുള്ള ധാർമ്മികമായ പിന്തുണ, ഈ അവകാശം, ധാർമ്മികമായ അവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ ഞാനിത് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളം അങ്ങേയറ്റത്തെ പ്രതിഷേധത്തോടെയാണ് ആ പ്രസ്താവനയെ കണ്ടത്, കേട്ടത്. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചതിന് ശേഷം സമയം ചുരുക്കം കാരണം നമ്മുടെ ഏറെ ബഹുമാനരായ രാഷ്ട്രീയ നേതാക്കന്മാരും MLA-മാരും അവർക്കൊക്കെ വളരെ തിരക്കുള്ള ആളുകളാണ്, പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ. ഞാൻ ദീർഘമായി പറയുന്നില്ല. 266 ദിവസത്തെ സമരത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ മണിക്കൂറുകൾ 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 ദിവസങ്ങൾ വേണ്ടിവരും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയത്. അത്രയേറെ ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ ഈ സർക്കാർ ഒരു 5 പൈസ കൂട്ടിത്തരില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.